Hello dears, welcome back to Learn English Master. Today we are going to discussing about the world famous epic poems, the Iliad and Odyssey by Homer. First about the Iliad. The Iliad is an ancient Greek epic poem in dactylic hexameter traditionally attributed to Homer. Set during the Trojan War, the 10-year siege of the city of Troy by a coalition of Greek states. It tells of the battles and events during the weeks of a quarrel between King Agamemnon and the warrior Achilles. Although the story covers only a few weeks in the final of the war, the Iliad mentions or alludes to many of Greek legends about the siege, the earlier events such as the gathering of warriors for the siege, the course of the war, and the related concerns tended to appear near the beginning. Then, the epic narrative takes up events prophesied for the future, such as Achilles' looming death and the sack of Troy, prefigured and allured to more and more vividly, so that when it reaches an end, the poem has told a more or less complete tale of the Trojan War. The Iliad is paired with something is a sequel, the Odyssey, also attributed to Homer. Along with the Odyssey, the Iliad is among the oldest in the works of the Western literature, and its written version is usually dated to around the 8th century BC. But recent statistical modeling based on the language evolutions has found it to date to 760 to 710 BC. The modern Vulgate accepted version, the Iliad contains 15,693 lines. It is written in the Homeric Greek, a literary amalgam of Ionic Greek and other dialect. ഗ്രീക്ക് പോയറ്റായിട്ടുള്ള ഹോമർ എഴുതിയ ഒരു ട്രഡീഷണൽ എപ്പിക് പോയമാണ് ഇലിയഡ്. ഇലിയഡ് എന്ന ഈ എപ്പിക് പോയം തയ്യാറാക്കിയിരിക്കുന്നത് ഡക്റ്റലിക് ഹെക്സാമീറ്റർ എന്ന വൃത്തത്തിലാണ്. ഇലിയഡ് എന്ന ഈ എപ്പിക് പോയത്തിന്റെ ഇതിവൃത്തം ട്രോജൻ യുദ്ധത്തെ അടിസ്ഥാനമാക്കിയാണ്. 10 വർഷം നീണ്ടു നിൽക്കുന്ന ട്രോജൻ യുദ്ധത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ എപ്പിക് പോയത്തിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ട്രോയ് എന്ന നഗരവും ട്രോജൻ നഗരത്തോട് യുദ്ധം ചെയ്യുന്ന ഗ്രീക്ക് രാജ്യങ്ങളും, പ്രത്യേകിച്ചും ഇലിയഡ് എന്ന് പറയുന്ന എപ്പിക് പോയത്തിലെ പ്രധാന വിഷയം ഗ്രീക്ക് രാജാവായ ആഗമനനും ഗ്രീക്ക് വാരിയറായിട്ടുള്ള അക്കിലസും തമ്മിലുള്ള വഴക്കാണ് ഇലിയഡ് എന്ന എപ്പിക് പോയത്തിന്റെ ഇതിവൃത്തം. 10 വർഷത്തോളം നീണ്ടുനിന്ന ട്രോജൻ യുദ്ധം എങ്കിൽ ഇലിയഡിന്റെ ഇതിവൃത്തം പലപ്പോഴും ഈ ട്രോജൻ യുദ്ധത്തിന്റെ അവസാനത്തെ ഒരാഴ്ച മാത്രമാണ് ഇലിയഡിൽ കവർ ചെയ്യുന്നത്. എങ്കിലും ഇലിയഡിൽ ധാരാളം ട്രോജൻ ഇതിഹാസ കഥാപാത്രങ്ങളെ വിവരിക്കുകയുണ്ട്. കൂടാതെ ഈ ട്രോജൻ യുദ്ധത്തിന്റെ കാരണമെന്ത്, ഈ ട്രോജൻ യുദ്ധം ഉണ്ടാവാനുള്ള കാരണമെന്ത് എന്ന് വിവരിക്കുന്നുണ്ട്. കൂടാതെ ഈ എപ്പിക് നറേറ്റീവിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചും അക്കിലസിന്റെ മരണത്തെക്കുറിച്ചും ട്രോജൻ നഗരത്തിന്റെ നാശത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. എന്നാൽ ട്രോജൻ യുദ്ധത്തിന്റെ അവസാനം എന്താണ് എന്നൊരിക്കലും ഇലിയഡ് എന്ന് പറയുന്ന ഈ എപ്പിക് പോയത്തിൽ പറയുന്നില്ല. ഇലിയഡ് എന്ന ഈ ഇതിഹാസ കവിതയ്ക്ക്
ഒരു സീക്വലുണ്ട്, ഒരു രണ്ടാം ഭാഗമുണ്ട്. ഒഡീസി എന്നാണ് അതിൻ്റെ പേര്. ഒഡീസി എഴുതപ്പെട്ടതും ഹോമറിനാൽ തന്നെയാണ്. ഒരുപക്ഷെ വെസ്റ്റേൺ ലിറ്ററേച്ചറിലെ ഏറ്റവും പഴക്കം ചെന്ന എപ്പിക് പോയങ്ങളാണ് ഇലിയഡും ഒഡീസിയും. BC 8-ാം നൂറ്റാണ്ടിലാണ് ഇത് എഴുതപ്പെട്ടത് എന്ന് കരുതുന്നു. എങ്കിൽ ആധുനിക റിസർച്ചിന്റെ ഫലമായി ഈ ഇതിഹാസം എഴുതപ്പെട്ടത് 760-ഉം 710 BCക്കും ഇടയിലാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്നു. മറ്റൊരു വസ്തുത, ഇലിയഡ് എന്ന് പറയുന്ന എപ്പിപോയത്തിൽ 15,693 വരികളാണുള്ളത്. ഇതിന്റെ ഭാഷ ഹോമറിക് ഗ്രീക്ക് എന്ന ഭാഷയിലാണ് എഴുതപ്പെട്ടത്, അല്ലെങ്കിൽ അയോണിക് ഗ്രീക്ക് എന്നും അതുപോലെ അക്കാലത്ത് ഗ്രീക്കിലുണ്ടായ മറ്റ് ഡയലക്റ്റുകൾ ചേർന്നതുമാണ് എന്ന് പറയപ്പെടുന്നു. ഇലിയഡിന്റെ വൃത്തം എന്നറിയപ്പെടുന്നത് ഡക്റ്റലിക് ഹെക്സാമീറ്ററിലാണ് ഇലിയഡ് എന്ന് പറയുന്ന ട്രഡീഷണൽ എപ്പിക് പോയം ഹോമർ തയ്യാറാക്കിയിരിക്കുന്നത്. ഒഡീസി. The Odyssey is one of the two major ancient Greek epic poems attributed to Homer. ഹോമർ എഴുതിയ പ്രസിദ്ധമായ രണ്ട് ഗ്രീക്ക് എപ്പിക് പോയത്തിൽ ഒന്നാണ് ഒഡീസി എന്നറിയപ്പെടുന്നത്. It is in a part a sequel to the Iliad, the work ascribed to Homer. നേരത്തെ നമ്മൾ പഠിച്ച ഇലിയഡിന്റെ തുടർച്ചയായി തന്നെയാണ് ഒഡീസി നിലകൊള്ളുന്നത്. The poem is fundamental to the modern Western canon and is the second oldest extant work of Western literature, the Iliad being the oldest one. Modern Western canon, Western ലിറ്ററേച്ചറിലെ സെക്കൻഡ് ഓൾഡസ്റ്റ് വർക്ക് എന്നറിയപ്പെടുന്നത് ഒഡീസിയാണ്. ഫസ്റ്റ് വൺ ഇലിയഡ് ആയിരുന്നു എന്ന് നമുക്കറിയാം. It is believed to have been composed near the end of 8th century BC, somewhere in Ionia, the Greek coastal region of Anatolia. BC 8-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് ഇത് രചിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗ്രീക്കിലെ അനാട്ടോളിയ എന്ന കോസ്റ്റൽ റീജിയണിൽ എവിടെ വെച്ചോ ആണ് ഒഡീസി രചിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു. The poem mainly centers on the Greek hero Odysseus and his journey home after the fall of Troy. It takes Odysseus 10 years to reach Ithaca after the 10-year Trojan War. In his absence, it is assumed he has died, and his wife Penelope and son Telemachus deals with a group of unruly suitors and the ministers who compete for Penelope's hand in marriage. ഈ എപ്പിക് കവിതയുടെ കേന്ദ്ര ആശയം എന്നത് ഗ്രീക്ക് ഇതിഹാസ താരമായ ഒഡീസിയസ് ട്രോജൻ യുദ്ധത്തിന് ശേഷം, ട്രോയ് നഗരത്തിന്റെ പതനത്തിന് ശേഷം തൻ്റെ വീട്ടിലേക്ക് തിരിക്കുന്നതാണ്. ഇതിനെ എപ്പിക് വൊയേജ് എന്നറിയപ്പെടുന്നു. ഒരുപക്ഷെ ഒരു സഞ്ചാര സാഹിത്യം ഒരു ഇതിഹാസമായി അവതരിപ്പിക്കപ്പെട്ടത് ഇതിലൂടെയാണ്. ട്രോജൻ യുദ്ധം 10 വർഷം നീണ്ടു നിന്നതായിരുന്നെങ്കിൽ ഒഡീസിയസിന്റെ ഇതാക്കയിലേക്കുള്ള തൻ്റെ യാത്ര 10 വർഷം നീണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ അദ്ദേഹം മരിച്ചുപോയി എന്ന് അദ്ദേഹത്തിന്റെ നാട്ടുകാർ വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന പെനിലോപ്പയെ വിവാഹം കഴിക്കാൻ ഒരുപാട് ആളുകൾ ഇതാക്കയിലെ ഒഡീസിയസിന്റെ കൊട്ടാരത്തിൽ വന്ന് തമ്പടിക്കുകയും ഇവരെ കൈകാര്യം ചെയ്യാൻ പെനിലോപ്പയും ഒഡീസിയസിന്റെ മകനായ ടെലിമാക്കസും നടത്തുന്ന ഗംഭീരത പ്രയത്നം കൂടി ഒഡീസി എന്ന ഈ ഇതിഹാസത്തിന്റെ ഭാഗമാണ്. It continues to be read in the Homeric Greek and translated into modern languages around the world. Many scholars believe that
The original poem was composed in an oral tradition by an Irish epic poet or singer, perhaps a rhapsody, and was more likely intended to be heard than read. The details of the ancient oral performance and the story's conversion to a written work inspire continual debate among scholars. The Odyssey was written in a poetic dialect of Greek, a literary amalgam of Aeolic Greek, Ionic Greek, and other ancient Greek dialects, and comprises 12,110 lines of dactylic hexameter. Among the most noteworthy elements of the text are its non-linear plot and the influence on events of choices made by women and serfs besides the actions of fighting men. In English language, as well as many others, the word Odyssey has came to refer to an epic voyage. ഹോമറിക് ഗ്രീക്കിൽ എഴുതപ്പെട്ട ഈ ആധുനിക എപ്പിക് പോയം എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ എപ്പിക് വൊയേജ് എന്നറിയപ്പെടുന്ന ഒഡീസി എഴുതപ്പെട്ടത് ഹോമറിക് ഗ്രീക്കിലാണ്. ധാരാളം ആധുനിക ഭാഷകളിലേക്ക് ഇതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത് ഇതൊരു എപ്പിക് കവിത എന്നതിന് അപ്പുറം ഒരു ഓറൽ ട്രഡീഷൻ ഫോളോ ചെയ്തിരുന്ന കവിതയാണ് എന്നുള്ളതാണ്. പലപ്പോഴും നാടോടി പാട്ടുകളുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ഒരു എപ്പിക്കാണ്. വായിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഇത് കേൾക്കാനാണ് കൂടുതൽ രസകരം. അതുകൊണ്ട് തന്നെ ഇതൊരു ആൻഷ്യന്റ് ഓറൽ ട്രഡീഷൻ ഇത് ഫോളോ ചെയ്തിരുന്നു എന്നറിയാം. ഒഡീസി എഴുതപ്പെട്ടത് ഗ്രീക്ക് ഡയലക്റ്റിലാണ്. പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്ററൽ അമാൽഗമാണ്. ധാരാളം ഡയലക്റ്റുകൾ കൂടിച്ചേർന്നൊരു രീതിയായിരുന്നു ഒഡീസിക്ക് ഉണ്ടായിരുന്നത്. എയിലിക് ഗ്രീക്ക്, അയോണിക് ഗ്രീക്ക്, അതർ ആൻഷ്യൻ ഗ്രീക്ക് ഡയലക്റ്റ് എല്ലാം രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 12,110 വരികളാണ് ഒഡീസിയിലുള്ളത്. ഡക്റ്റലിക് ഹെക്സാമീറ്റർ എന്ന് പറയുന്ന വൃത്തത്തിലാണ് ഒഡീസി എഴുതപ്പെട്ടത്. The Odyssey has a lost sequel, the Telegony. It was not written by Homer. It was usually attributed in antiquity to Cleon of Sparta. But in one source, it was said to have been from Musaeus by Eugmon or Ogmon of the Sorini. ഒഡീസി എന്ന ഈ എപ്പിക് ഇതിഹാസത്തിന് അനുബന്ധമായി മറ്റൊരു കൃതി കൂടിയുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ രചിക്കപ്പെട്ടത് ഹോമറിനാലല്ല. അത് എഴുതപ്പെട്ടത് സ്പാർട്ടയിലെ സിനൈത്തോൺ ആണെന്നും കൂടാതെ അത് എഴുതപ്പെട്ടത് യൂഗമോൺ ആണെന്നും എല്ലാം അറിയപ്പെടുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും അതൊരു വിവാദ വിഷയം തന്നെയാണ്.